Hi everyone, this is Rinsi from Groww Malayalam channel. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയിലെ ടോപ്പ് 50 സ്റ്റോക്സിന്റെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാറ്? അല്ലെങ്കിൽ ടോപ്പ് 30 ഇന്ത്യൻ കമ്പനീസിന്റെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാറ്? അപ്പോൾ നമുക്കറിയാം നിഫ്റ്റി 50 അല്ലെങ്കിൽ BC സെൻസെക്സ് നോക്കും അല്ലേ? പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ കമ്പനികളുടെയും പെർഫോമൻസ് ഈ ഒരു ഇൻഡെക്സ് ക്യാപ്ചർ ചെയ്യുന്നുണ്ടോ? അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാ ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് അതുപോലെ മൈക്രോ ക്യാപ് കമ്പനികളുടെ എല്ലാം പെർഫോമൻസ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും? അപ്പോൾ ഈ ഒരു പെർഫോമൻസ് എല്ലാം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുമ്പിലുണ്ടോ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതിന് വഴിയുണ്ട്. അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSEയിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന 750 ലിസ്റ്റഡ് കമ്പനികളുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. അപ്പം ഞാനിത് ചുമ്മാ പറയുന്നതല്ല, ഈ ഒരു ഇൻഡെക്സിന്റെ പേരാണ് നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ്. ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്. നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സിൽ 750 സ്റ്റോക്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അപ്പം നിങ്ങൾക്ക് പറ്റും. അപ്പം എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഫീഡ്ബാക്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ആദ്യം നമുക്ക് എന്താണ് ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളൊരു ബുഫേ പോയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പല വെറൈറ്റി ഫുഡുകൾ ഉണ്ടാവും. സോ ഈ ഒരു ബുഫേ പോലെയാണ് നമ്മുടെ ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു ബുഫേയിൽ ഫുഡിന് പകരം പല ഇൻഡസ്ട്രി അതുപോലെ പല സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്സ് ആണ് ഉള്ളത്. സോ ഈ ഒരു ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പാസീവ്ലി മാനേജ് ഫണ്ടാണ്. അപ്പം ഇത് നിഫ്റ്റി മാർക്കറ്റ് ഇൻഡെക്സിന്റെ പെർഫോമൻസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബ്ലൂ ചിപ്പ് കമ്പനികൾ അതുപോലെ തന്നെ മാർക്കറ്റിൽ ചെറിയ കമ്പനികളും എമേർജിംഗ് കമ്പനികളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പല റേഞ്ചിലുള്ള സ്റ്റോക്സിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് പല മാർക്കറ്റ് സെഗ്മെന്റിലായിട്ട് 750 സ്റ്റോക്സ്. അതായത് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഓരോ സ്റ്റോക്സ് ട്രാക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ 750 കമ്പനികൾ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇത് കൺവീനിയന്റ് അല്ലേ? അപ്പം ഇവിടെ നിങ്ങൾക്ക് 750 കമ്പനികൾ സെപ്പറേറ്റ് വാങ്ങുന്നതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെറിയ കോസ്റ്റിൽ വലിയൊരു മാർക്കറ്റ് എക്സ്പോഷർ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ എവിടെ നിന്നാണ് ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ട് കോൺസെപ്റ്റ് വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ അത് ഇനി നമുക്ക് നോക്കാം. അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSEയിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന 750 ലിസ്റ്റഡ് കമ്പനികളാണ് ഈ ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ 750 സ്റ്റോക്സിന്റെ പെർഫോമൻസ് ആണ് ഈ ഒരു ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഏതൊരു ഇൻഡെക്സിനേക്കാളും ഒരു വൈഡർ വ്യൂ തന്നെ നമുക്ക് ഇവിടെ തരുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് നമുക്ക് നിഫ്റ്റി 500 പെർഫോമൻസ് ട്രാക്ക് ചെയ്യുന്നില്ല അല്ലേ? കാരണം നിഫ്റ്റി 500 ടോപ്പ് 500 കമ്പനികളാണ് വരുന്നത്. അപ്പോൾ അതേ സമയത്ത് ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 750 കമ്പനികളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സിൽ നിഫ്റ്റി 500 എല്ലാ സ്റ്റോക്കുകൾ പ്ലസ് നിഫ്റ്റി മൈക്രോ ക്യാപ് 250 സ്റ്റോക്സ് ആണ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിഫ്റ്റി മൈക്രോ ക്യാപ് 250 ഇൻഡെക്സിൽ നിഫ്റ്റി 500 കഴിഞ്ഞ് വരുന്ന ടോപ്പ് 250 കമ്പനികളാണ് ഇവിടെ വരുന്നത്. അപ്പം ഈ ഒരു ഇൻഡെക്സിൽ ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് അതുപോലെ മൈക്രോ ക്യാപ്സ് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പം നിഫ്റ്റി 50 പോലെ ഈ ഒരു ഇൻഡെക്സിൽ ഓരോ സ്റ്റോക്സിന്റെ വെയിറ്റേജ് വരുന്നത് അവരുടെ അവൈലബിൾ ഫ്രീ ഫ്ലോട്ട് അനുസരിച്ചാണ്. അതായത് ട്രേഡിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്സ്. പക്ഷേ നിങ്ങൾ എന്തിനാണ് നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് ട്രാക്ക് ചെയ്യണം? അല്ലെങ്കിൽ ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഫണ്ട്? സോ ഇതിന് നിഫ്റ്റി 50നേക്കാളും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിലെ കോമ്പോണൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് അതുപോലെ തന്നെ നിഫ്റ്റി 50ലെ ടോപ്പ് 10 കോൺസിക്വൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം സ്റ്റോക്സ് തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഓരോ സ്റ്റോക്സിന്റെ വെയിറ്റേജിൽ വ്യത്യാസമുണ്ട്. ഇപ്പം 31 ഓഗസ്റ്റ് 2023 ഫാക്ട് ഷീറ്റ് പ്രകാരം നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സിൽ 8.52% വെയിറ്റേജോടെ HDFC ബാങ്കാണ് ടോപ്പ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. അതേസമയത്ത് നിഫ്റ്റി 50 ഇൻഡെക്സിൽ HDFC ബാങ്കിന് ടോട്ടൽ ഇൻഡെക്സിന്റെ 13.77% സ്പേസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഓവറോൾ നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സിലെ ടോപ്പ് 10 സ്റ്റോക്സിന് 36.17% കമ്പൈൻഡ് വെയിറ്റേജേ ഉള്ളൂ. അപ്പോൾ അതേസമയത്ത് നിഫ്റ്റി 50ൽ 58.44% വെയിറ്റേജ് ഉണ്ട്. അപ്പം ഇവിടെ വെയിറ്റേജ് തീരുമാനിക്കപ്പെടുന്ന ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ചാണ്. ടോപ്പ് 10 സ്റ്റോക്സ് ഏതൊരു ഇൻഡെക്സിനെയും ഡോമിനേറ്റ് ചെയ്യും. പക്ഷേ ഇത് നിഫ്റ്റി 50 ഇൻഡെക്സിന് കുറച്ചും കൂടി കൂടുതലായിരിക്കും. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. 2023 ഓഗസ്റ്റ് 31 വരെ നിഫ്റ്റി 50 ഇൻഡെക്സ് നൽകുന്ന കവറേജിന്റെ 48% കവറേജ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലിന്റെ ഏകദേശം 93% നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് കവർ ചെയ്യുന്നുണ്ട്. ഇനി ഈ രണ്ട് ഇൻഡെക്സിന്റെയും സെക്ടറൽ റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ രണ്ട് ഇൻഡെക്സിലും ടോപ്പ് 5 സെക്ടേഴ്സ് സെയിം ആണ്, പക്ഷേ വെയിറ്റേജിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ താഴെ കൊടുത്തേക്കുന്ന സെക്ടറൽ റെപ്രസെന്റേഷൻ പ്രകാരം നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് 22 സെക്ടേഴ്സ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിഫ്റ്റി 50ൽ കവർ ചെയ്യുന്നതിനേക്കാൾ 14 സെക്ടേഴ്സ് അധികമുണ്ട്. എന്നാലും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും കിടക്കുകയാണ്, എന്തിനാണ് ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ്? അപ്പം ഇതിന് ആൻസറിന് വേണ്ടിയിട്ട് ഇൻഡെക്സിന്റെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പം ഈ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് 6th
സെപ്റ്റംബർ 2023 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് 18.45% റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 50 15.90% റിട്ടേൺസ് ജനറേറ്റ് ചെയ്തേക്കുന്നത്. നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് നിഫ്റ്റി 50 ഇൻഡെക്സിനെ 5, 10 അതുപോലെ 15 വർഷത്തിൽ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് 15.13% റിട്ടേൺസ് 5 ഇയേഴ്സിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് ഈ ഒരു സെയിം പീരീഡിൽ നിഫ്റ്റി 50 13.74% റിട്ടേൺസ് ആണ് ജനറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുകൂടാതെ നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് 10 വർഷത്തിൽ 16.33% റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെയിം പീരീഡിൽ നിഫ്റ്റി 50 14.46% റിട്ടേൺസ് ജനറേറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ 15 വർഷത്തിൽ നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് 13.79% റിട്ടേൺസ് ആണ് ജനറേറ്റ് ചെയ്തേക്കുന്നത്. നിഫ്റ്റി 50 12.67%. സപ്പോസ് നിങ്ങൾ 5 വർഷം മുമ്പ് നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സിൽ നിങ്ങളൊരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ ഇരട്ടിയായിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ നിങ്ങൾ നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സിൽ 10 വർഷം മുമ്പ് 10,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഇന്നിപ്പോൾ 45,386 രൂപ ആയിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെ 15 വർഷത്തേക്ക് നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ 69,432 രൂപ ആയിട്ടുണ്ടായിരുന്നേ. ഇവിടെ എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സിന്റെ സുപ്പീരിയർ റിട്ടേൺസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ മിഡ് അതുപോലെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളുടെ വലിയൊരു ഔട്ട് പെർഫോമൻസിനേക്കാളും ഉണ്ട്. പക്ഷേ ഇവിടെ മാർക്കറ്റ് കറക്ഷന്റെ സമയത്ത് നല്ല രീതിയിൽ ഇത് ഇടിയാം. സോ ഇൻവെസ്റ്റേഴ്സിന് ഹൈ റിസ്ക് ടോളറൻസ് ഉണ്ടായിരിക്കണം. ഇനി മ്യൂച്വൽ ഫണ്ടുകളുടെ റിസ്ക് അല്ലെങ്കിൽ വോളറ്റിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മെട്രിക് ആണ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ അല്ലേ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു റിസ്ക് മീറ്റർ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ നിങ്ങൾ ചിന്തിക്കുക. അതായത് ബൈ ടൈം ആവറേജ് റിട്ടേൺ വെച്ച് നോക്കുമ്പോൾ ഫണ്ടിന്റെ റിട്ടേൺസ് എത്രത്തോളം പോകാം എന്നുള്ളത് ഇത് കാണിച്ചു തരും. ഇപ്പം സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കൂടുതലാണെങ്കിൽ ഹൈ റിസ്ക് എക്സ്പെക്ട് ചെയ്യാം, അതുപോലെ ഹൈ റിവാർഡിനുള്ള ചാൻസും കൂടുതലാണ്. ഇനിയിപ്പം ലോ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ആണെങ്കിൽ റിട്ടേൺസ് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും, പക്ഷെ വലിയൊരു നേട്ടം ഉണ്ടാവാനുള്ള ചാൻസ് ഇവിടെ കുറവായിരിക്കും. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സിന്റെ പർപ്പസ് എന്താണെന്നുള്ളത്. ഇപ്പം നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സിന് പല പ്രാക്ടിക്കൽ പർപ്പസും ഉണ്ട്. അപ്പം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് കമ്പയർ ചെയ്യാൻ ഒരു ബെഞ്ച് മാർക്കായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇപ്പം ഇൻഡെക്സ് ഫണ്ട്, ETF അതുപോലെയുള്ള എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കാം. അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ ചോദിച്ച ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സിലെ 750 സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പം ഇത് ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പോസിബിൾ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് പറയട്ടെ. ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫണ്ട് ഉണ്ടോ എന്നുള്ളതല്ലേ. അപ്പം അങ്ങനെ ഒരു ഫണ്ട് ഉണ്ട്. പക്ഷേ എന്തിനാണ് ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമുക്കിനി നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യ പെട്ടെന്ന് തന്നെ 3rd ലാർജസ്റ്റ് എക്കോണമി ആകാൻ പോകുവാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ചൈന അതുപോലെ US കഴിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച ഒരു 50 കമ്പനിയിലേക്ക് ഒതുക്കണം? അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു വലിയ ഇൻഡെക്സ് ആയിക്കൂടാ? അപ്പം നിങ്ങൾക്കറിയാം 2047 ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആവാനുള്ള ഒരു മിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 2050 ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിന്റെ GDP ഏകദേശം $22.2 ട്രില്യൺ ആകുമെന്നാണ് പറയുന്നത്. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ അസ്യൂം ചെയ്യാം. അതായത് ലേറ്റസ്റ്റ് അവൈലബിൾ ഫിഗേഴ്സ് 150% വെച്ച് 2050 ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപ് ടു GDP റേഷ്യോ US ആയിട്ട് സെയിം ആകുമെന്നാണ്. ഇപ്പോൾ 2050 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ആയ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാകും എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇപ്പോൾ ഡോളേഴ്സിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ഇന്നുള്ളതിൽ 11 ഇരട്ടിയായിരിക്കും. ഇനി റുപ്പീസിന്റെ ടേംസിൽ നമ്മൾ പറയുകയാണെങ്കിൽ 20 ഇരട്ടിയായിരിക്കും നമ്മുടെ കറൻസി US ഡോളറിന് എഗ്നസ്റ്റ് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന കൺസിഡർ ചെയ്യുമ്പോൾ. ഇപ്പം നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഒരു 20 മടങ്ങ് വളർച്ച ലിസ്റ്റഡ് കമ്പനികളിൽ എന്ത് ചെയ്യും? അപ്പോൾ എത്ര മൈക്രോ ക്യാപ് കമ്പനികളായിരിക്കും സ്മോൾ ക്യാപ് കമ്പനികൾ അല്ലെങ്കിൽ മിഡ് ക്യാപ് കമ്പനികളായിട്ട് മാറുന്നത്? അതുപോലെ തന്നെ എത്ര സ്മോൾ ക്യാപ് കമ്പനികളായിരിക്കും മിഡ് അല്ലെങ്കിൽ ലാർജ് ക്യാപ് കമ്പനികളായിട്ട് മാറുന്നത്? അതുപോലെ തന്നെ എത്ര മിഡ് ക്യാപ് കമ്പനിയായിരിക്കും ലാർജ് ക്യാപ് ആയിട്ട് മാറുന്നത്? അതുപോലെ തന്നെ എത്ര ലാർജ് ക്യാപ് കമ്പനികളായിരിക്കും മെഗാ ക്യാപ് കമ്പനികളാകുന്നത്? സോ എന്തുകൊണ്ട് നമുക്ക് ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്തോളാം? അങ്ങനെ ഇന്ത്യയുടെ ഗ്രോത്തിന്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ലേ? പാസീവ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി അതുപോലെ തന്നെ വലിയൊരു മാർക്കറ്റ് എക്സ്പോഷർ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു പോപ്പുലർ ചോയ്സ് ആണ് ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ട്സ് എന്നുള്ളത്. സോ ഈ ഒരു ഫണ്ടിനെ കുറിച്ചുള്ള കുറച്ച് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് ഇനി നോക്കാം. അപ്പോൾ ആദ്യത്തെ വലിയൊരു മാർക്കറ്റ് കവറേജ് ആണ്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പെർഫോമൻസ് റെപ്ലിക്കേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് അതുപോലെ മൈക്രോ ക്യാപ് കമ്പനികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് വലിയ എസ്റ്റാബ്ലിഷ് കമ്പനികൾ മുതൽ ചെറിയ കമ്പനികൾ വരെ എക്സ്പോഷർ ലഭിക്കും. അപ്പോൾ പല സെക്ടേഴ്സ് അതുപോലെ ഇൻഡസ്ട്രിയിലേക്ക് ഡൈവേഴ്സിഫിക്കേഷനും ഓഫർ ചെയ്യുന്നുണ്ട്. അടുത്ത് പാസീവ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ടൊക്കെ പാസീവ്ലി ആണ് മാനേജ് ചെയ്യുന്നത്. അത് സ്റ്റോക്ക് സെലക്ഷൻ അതുപോലെ മാർക്കറ്റ് ടൈമിംഗ് ഒന്നും നോക്കുന്നില്ല. ഇനി അടുത്തത് ലോ എക്സ്പെൻസ് റേഷ്യോ ആണ്. അപ്പോൾ
അപ്പോൾ ഈ ഒരു ഫണ്ടുകൾക്കൊക്കെ ചെറിയൊരു റിസർച്ച് അതുപോലെ ട്രേഡിംഗ് ആക്ടിവിറ്റി മതി. ഇപ്പോൾ ആക്റ്റീവ്ലി മാനേജ് ഫണ്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഫീസ് ഒക്കെ കുറവാണ്. സോ ഇത് ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടേം കോസ്റ്റ് സേവിങ്ങിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ ഒരു ഫണ്ടൊക്കെ പാസ്റ്റിൽ എങ്ങനെയാണ് പെർഫോമൻസ് കാഴ്ചവെച്ചേ? അപ്പം ഇതറിയണമെങ്കിൽ വാൻഗാർഡ് ടോട്ടൽ ഇൻഡെക്സ് ഫണ്ട് എങ്ങനെയാണ് US പെർഫോം ചെയ്തേക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ടോട്ടൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് മൊത്തം ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിൽ ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെന്റിൽ ഓൺ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇത് ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ ആണ് നൽകിയേക്കുന്നത്. അതുപോലെ തന്നെ US വാൻഗാർഡ് ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ട് വാൾ സ്ട്രീറ്റിൽ പല ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ടിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇവരുടെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് സക്സസ് വാൻഗാർഡിനെ വാൻഗാർഡ് ടോട്ടൽ ഇന്റർനാഷണൽ സ്റ്റോക്ക് ഇൻഡെക്സ് ഫണ്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇൻസ്പയർ ചെയ്തു. അതായത് ഡെവലപ്ഡ് അതുപോലെ എമർജിംഗ് മാർക്കറ്റിലെ മൊത്തം സ്റ്റോക്കിലേക്ക് ട്രാക്ക് ചെയ്യുന്ന ഒരു ഇൻഡെക്സ്. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റുമോ, ഈ ഒരു പ്ലാനിൽ മൊത്തം സ്പ്രെഡായി കിടക്കുന്ന ആയിരക്കണക്കിന് സ്റ്റോക്സിലേക്ക് നമുക്ക് എക്സ്പോഷർ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു കാര്യം. അപ്പം ഇതുകൂടാതെ ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സിംഗ് സ്ട്രാറ്റജിയെ ഫോളോ ചെയ്തിട്ട് ETFസും ഉണ്ട്. സോ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, വാൻഗാർഡ് ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സിന്റെ തുടക്കം ആക്റ്റീവ് മാനേജ്മെന്റിലെ ഒരു ട്രഡീഷണൽ വിശ്വാസത്തെ ഒന്ന് പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. അപ്പം ഇൻവെസ്റ്റേഴ്സിന് സ്ട്രെയിറ്റ് ഫോർവേഡ് അതുപോലെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ആക്സസ് ആണ് ഇവിടെ ലഭിക്കുന്നത്. ഇൻഡെക്സ് ഫണ്ടിന്റെ ലോഗോ എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. അപ്പം മാർക്കറ്റ് ക്യാപ്, തീം, സ്ട്രാറ്റജിയിലൊക്കെ നമുക്ക് പല ഓപ്ഷൻസ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ഒരു ഗ്രോസറി ഷോപ്പിംഗ് നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതുപോലെ തന്നെ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തിനാണ് ഇത് വേണ്ടത് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ ആഫ്റ്റർ ഓൾ നിങ്ങളുടെ ഫണ്ട് ചോയ്സ്, ഇൻവെസ്റ്റ്മെന്റ് ഗോൾ, റിസ്ക് ടോളറൻസ് അതിൽ മാർക്കറ്റ് ഔട്ട്ലുക്ക് ആയിട്ട് ഇതെല്ലാം ഒത്തുപോകണം. അപ്പം നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ട് ആക്റ്റീവ് മാനേജ്മെന്റ് റിലേറ്റഡ് റിസ്ക് ഇല്ലാതെ വലിയൊരു മാർക്കറ്റ് എക്സ്പോഷർ ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് റിട്ടേൺ കൂട്ടാൻ അല്ലെങ്കിൽ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തതൊന്നുമല്ല. എന്നാലും ഇക്വിറ്റി മാർക്കറ്റിൽ ഫസ്റ്റ് ടൈം മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനൊക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാവും ഇത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് നമ്മൾ നോക്കിയാലും നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് നിഫ്റ്റി 50 ഇൻഡെക്സിനെ വെച്ച് നോക്കുമ്പോൾ ഹൈ റിസ്ക് റിട്ടേൺ പൊട്ടൻഷ്യൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിന് നല്ലൊരു ഓപ്ഷൻ തന്നെയാണിത്. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.